എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഈ വചനഭാഗത്തിൽ ഇതിന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ വിതയ്ക്കുന്നതിന്റെ ഉപമയെപ്പറ്റി കർത്താവ് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതെ, പാറസ്ഥലത്ത് വീണ വിത്തുണ്ട്, വഴിയരികെ വീണ വിത്തുണ്ട്, മുള്ളിന് ഇടയിൽപ്പെട്ടുപോയ വിത്തുണ്ട്, നല്ല നിലത്ത് വീണ വിത്തുണ്ട്. നല്ല നിലത്ത് വീണ വിത്തൊഴികെ ബാക്കിയെല്ലാം ഉണങ്ങിപ്പോയതായിട്ട് വചനം പറയുന്നു. കാരണം എന്താ? അതിൻ്റെ റൂട്ട്, അതിൻ്റെ വേര് ആഴത്തിൽ പോകാത്തത് കൊണ്ടാണ്. ഈ വിത്തിനെ എന്തായിട്ടാണ് സൂചിപ്പിക്കുന്നത്? വചനമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, വചനം ആഴത്തിൽ വേരൂന്നിയെങ്കിൽ മാത്രമേ ഒരു പ്രതിസന്ധിയെ നമ്മൾക്ക് നേരിടുവാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ വിത്ത് ഉണങ്ങിപ്പോയതുപോലെ ഉണങ്ങിപ്പോകും. നമ്മൾ വിശ്വാസത്തിൽ ഉണങ്ങിപ്പോകും. ഈ ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലും പ്രതിസന്ധിയെ കണ്ട് തളർന്നു പോകത്തില്ല. പ്രതിസന്ധി വരുമ്പോൾ അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരുക തന്നെ ചെയ്യും. പ്രതിസന്ധികൾക്ക് അവരെ മുക്കിക്കളയുവാൻ സാധിക്കത്തില്ല. കാരണം അവരുടെ ഉള്ളിൽ ഇരിക്കുന്നത് ജീവന്റെ വചനമാണ്. അതെ, ചത്തതിനെ ജീവിപ്പിക്കുന്ന വചനമാണ് അവരുടെ ഉള്ളിലിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നമ്മൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടുവെന്നൊന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയാട്ടെ. നമ്മൾക്കറിയാമല്ലോ നമ്മൾ ഇതിനകത്ത് ഏത് കാറ്റഗറിയിൽ പെടുന്ന ഒരു വ്യക്തിയാണെന്ന്. ഇതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, വിത്തെന്ന് പറയുന്ന ഈ ദൈവവചനത്തിൽ വേര് ഊന്നാത്ത ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കും. അതെ, വചനത്തിൽ ഒന്ന് വേരൂന്നുവാൻ, ആഴത്തിലേക്ക് വേരൂന്നുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമെന്നേ. അല്ലാതെ വചനം ഒരു ചെവി കൂടെ കേട്ട് മറി ചെവി കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ വേരൂന്നത്തില്ല. നമ്മൾ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ തളർന്നു പോകും. മുള്ളിനിടയിൽപ്പെട്ട വിത്ത് പോലെ, വഴിയരികിൽ വീണ വിത്ത് പോലെ, പാറസ്ഥലത്ത് വീണ വിത്ത് പോലെ നമ്മൾ ഉണങ്ങിപ്പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിസന്ധിയെ നേരിടാമോ? ഒരു വിശ്വാസിക്ക് നിശ്ചയമായിട്ടും അവൻ പ്രതിസന്ധിയെ നേരിടേണ്ടി വരും. അപ്പോൾ ആ പ്രതിസന്ധിയായി കാണാതെ അതിന് മുകളിലൂടെ ചിറകടിച്ചുയരുവാൻ വചനമെന്ന വിത്ത് ആഴത്തിലിറങ്ങണം. അതെ, ദൈവത്തിന്റെ വചനം ജീവനാകുന്നു, അത് ചൈതന്യമാകുന്നു, അത് ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയാകുന്നു. അത് ആത്മാവിനെ, പ്രാണനെ, സന്ധിമജ്ജകളെ വേർവിടുവിക്കും വരെ തുളച്ചു കയറി ചിലതാകുന്നു. അതെ, ആ ജീവന്റെ വചനം നമ്മുടെ ഉള്ളറകളിലേക്ക് വേരൂന്നട്ടെ ഇന്ന് പകലിൽ.